2026 ഫെബ്രുവരിയുടെ ആദ്യ വാരത്തിൽ ഇന്ത്യയുടെ ഡിഫൻസ് എക്വസിഷൻ കൗൺസിൽ ഇന്ത്യൻ എയർഫോഴ്സ്, നേവി, ആർമി എന്നിവയുടെ ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനായി 3,60,000 കോടി രൂപ, ഏകദേശം $40 ബില്യൺ വിലമതിക്കുന്ന പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതിന് അനുമതി നൽകി. പ്രധാനമായും പദ്ധതിയിടുന്ന സൈനിക അധിഗ്രഹണം എന്താണെന്ന് നോക്കാം. ഫ്രാൻസിൽ നിന്ന് 114 റഫേൽ മൾട്ടി റോൾ യുദ്ധവിമാനങ്ങൾ MRFയുടെ ഭാഗമായി. റഷ്യയിൽ നിന്ന് S-400 ബാലിസ്റ്റിക് മിസൈൽ എയർ ഡിഫൻസ് സിസ്റ്റം, അതിൻ്റെ പുതിയ ബാറ്ററികൾ, പുതിയ മിസൈലുകൾ, സബ്മറൈൻ ലോഞ്ച് ചെയ്യുന്ന മിസൈലുകൾ എന്നിവയും വാങ്ങുന്നു. ഇതുകൂടാതെ റഷ്യയുമായി ചേർന്ന് സുഖോയ് Su-57 5th ജനറേഷൻ ഫൈറ്റർ പ്ലെയിനിന്റെ സംയുക്ത വികസനം, അമേരിക്കയിൽ നിന്ന് P-8I സമുദ്ര നിരീക്ഷണ വിമാനങ്ങൾ എന്നിവയും വാങ്ങുന്നു. എന്തിനാണ് ഇന്ത്യ ഇത്രയും വലിയ തുക മിലിറ്ററി ബജറ്റായി ചെലവാക്കുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്. ഒരു ആധുനിക സേനയാകാൻ, ജാഗ്രതയുള്ള സേനയാകാൻ, പ്രഹരശേഷിയുള്ള സേനയാകാൻ. മുൻ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള റൊണാൾഡ് റീഗൻ പറഞ്ഞത് പീസ് കംസ് ഓൺലി ത്രൂ സ്ട്രെങ്ത് എന്നാണ്. നമ്മുടെ മുൻ പ്രസിഡന്റായ അബ്ദുൽ കലാം പറഞ്ഞത് സ്ട്രെങ്ത് റെസ്പെക്ട് സ്ട്രെങ്ത് എന്നാണ്. ഇതിന് പ്രകൃതിയിൽ തന്നെ എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്. സിംഹത്തെ ചാലഞ്ച് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അർത്ഥശാസ്ത്രം എഴുതിയ ചാണക്യ അല്ലെങ്കിൽ കൗടില്യ പറഞ്ഞത് ദണ്ഡ് ഏവാഹി രാജാഹ മുഖ്യം ബലം. ഇതിന് മലയാള അർത്ഥം രാജാവിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാന ശക്തി അല്ലെങ്കിൽ ദണ്ഡം അഥവാ ശിക്ഷിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യാനുള്ള ശക്തിയാണ് എന്നാണ്. ഇവിടെ ദണ്ഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിക്ഷ അല്ല. സൈനിക ശക്തി, നിയമ അധികാരം, ശത്രുവിനെ തടയാനുള്ള ശേഷി ഇവയെല്ലാം ചേർന്നിട്ടുള്ളതാണ് ശക്തി. ലളിതമായി പറഞ്ഞാൽ ചാണക്യൻ പറഞ്ഞതിൻ്റെ ആശയം ഇതാണ്: നല്ല മനസ്സ് മാത്രം ഒരു രാജ്യത്തെ രക്ഷിക്കില്ല, ശക്തിയാണ് ആക്രമണം തടയുന്നത്. ഇതിന് ഇന്ത്യയുടെ അനുഭവത്തിൽ നിന്ന് തന്നെ ഒരു കാര്യം പറയാം. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. 1949 ചൈന റിപ്പബ്ലിക്കായി, മാവോ അധികാരത്തിൽ വന്നു. 1949 ചൈന സിൻഗ്യാങ് കീഴടക്കി, ഇന്ത്യ മിണ്ടിയില്ല. 1951 ചൈന ടിബറ്റിൽ കയറി, ഇന്ത്യ മിണ്ടിയില്ല. 1959 ചൈന ടിബറ്റ് കീഴടക്കി, നല്ല മനസ്സുള്ള ഇന്ത്യ മിണ്ടിയില്ല. ഇന്ത്യ പഞ്ചശീല തത്വം പറഞ്ഞ് നടന്നു. 1962 പിന്നിലൂടെ വന്ന മാവോ ഇന്ത്യയുടെ പള്ളയിലേക്ക് കത്തികയറ്റി. ഇതാണ് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ ചരിത്രം. ഇത് ഒരു പാഠമാണ്. ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. പണ്ടൊക്കെ പാകിസ്ഥാന്റെ ഗ്രാം കണക്കിനുള്ള അടിക്ക് ഇന്ത്യ തിരിച്ചടി നൽകിയത് ഗ്രാം കണക്കിനാണ്. പിന്നീട് അത് കിലോഗ്രാം കണക്കിനായി. ഇപ്പോൾ അത് ടൺ കണക്കിനായി. അടുത്തത് മെഗാ ടൺ കണക്കിലായിരിക്കും. അതിൽ പാകിസ്ഥാൻ ചിഹ്ന ഭിന്നമാകും. അടുത്ത ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വെറും 4 മണിക്കൂർ മാത്രമായിരിക്കും നീണ്ടു നിൽക്കുക. ഒരേ സമയം ആർമി, എയർഫോഴ്സ്, നേവി എന്നിവർ ആക്രമിക്കും. ആദ്യ 15 മിനിറ്റ് തന്നെ പാകിസ്ഥാന്റെ എല്ലാ എയർ ഡിഫൻസ് സിസ്റ്റം, എല്ലാ എയർഫോഴ്സ് സ്റ്റേഷനുകൾ, എല്ലാ ന്യൂക്ലിയർ സ്റ്റോറേജ് സ്റ്റേഷനുകൾ എല്ലാം തകർക്കും. പ്രിസിഷൻ സ്ട്രൈക്കോടെയുള്ള അഗ്നി 5 ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇതിന് റെഡിയാണ്. ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് അഗ്നി 5 ബങ്കർ ബസ്റ്റർ ബോംബുകൾ. നേവി കറാച്ചി പിടിക്കും, എയർഫോഴ്സ് റാവൽപിണ്ടി, ആർമി ഇസ്ലാമാബാദ്, കാശ്മീർ കീഴടക്കും. ഒരു ദിവസം പോലും നീണ്ടു നിൽക്കില്ല യുദ്ധം, വെറും 4 മണിക്കൂർ മാത്രം. രാത്രി 1 മണിയോടെ യുദ്ധം തുടങ്ങും. രാവിലെ 5 മണിയാകുമ്പോഴേക്കും യുദ്ധം കഴിഞ്ഞിരിക്കും. നമ്മൾ അറിയില്ല. രാവിലെ 6 മണിക്ക് എല്ലാവരും ഉണരുമ്പോഴേക്കും പാകിസ്ഥാൻ സറണ്ടറായി എന്ന വാർത്ത വന്നിരിക്കും. ഇതാണ് അടുത്ത ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നടക്കാൻ പോകുന്നത്.